വെൽക്കം ടു മലയാളി മാച്ച്. ഞാൻ വിഷ്ണു, ഞാൻ ശ്രീ. സോ ഈ വീക്കിൽ ലാലേട്ടൻ പുറത്താക്കുന്നത് അനുമോളെയാണോ രേണുസുതിയാണോ? നമുക്ക് നോക്കിയാലോ? ഷുവർ. അപ്പോൾ അനുമോളാണോ രേണുസുതിയാണോ ഇന്ന് ആദ്യം ഔട്ടാവുന്നതെന്ന് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ആരൊക്കെയാണ് എവിക്ഷൻ ലിസ്റ്റിലെന്ന് നോക്കിയാലോ? രേണുസുതി, അനുമോൾ, ഗിസൈൽ, ആര്യൻ, രഞ്ജിത്ത്, ശാരിക, നെവിൻ ആൻഡ് ശൈത്യ. സോ ഇത്രയും പേരുമാണ് ഇത്തവണത്തെ എവിക്ഷൻ ലിസ്റ്റിലുള്ളത്. സോ ഇവരിൽ ആർക്കായിരിക്കും വോട്ട് കൂടുതൽ, ആർക്കായിരിക്കും വോട്ട് കുറവ്, ആരൊക്കെയായിരിക്കാം പോകാൻ പോകുന്നത്, എത്ര എവിക്ഷൻ ഉണ്ടായിരിക്കും, ഇതെല്ലാം അൺപ്രഡിക്റ്റബിൾ ആണ്. പക്ഷേ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യും. സോ ഗൈസ്, ഇപ്പോൾ എവിക്ഷൻ ഉള്ളവരെ നമുക്ക് 2 സോണിലാക്കിയാലോ? ഒന്ന് ഗ്രീൻ സോണും ഒന്ന് റെഡ് സോണും. ആരൊക്കെയാണ് ഗ്രീൻ സോണിലെന്ന് നമുക്ക് നോക്കിയാലോ? എക്സാക്ട്ലി. ഗ്രീൻ സോണിലുള്ളവരെന്ന് പറയുമ്പോൾ 4 പേരാണ്. 1 രേണുസുതി, 2 അനുമോൾ, 3 ഗിസേൽ, 4 ആര്യൻ. സോ അനുമോളും രേണുവും തമ്മിലൊരു ചെറിയ മത്സരം ഉണ്ടായി ഗൈസ്, ആരാണ് മുന്നിൽ വരുന്നതെന്ന്. ഓരോ ഡേ കഴിയുമ്പോഴും അത് മാറിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. സോ ഇന്നത്തെ അപ്ഡേറ്റ് പ്രകാരം രേണുവാണ് മുന്നിൽ. മേ ബി നാളെ അത് മാറാം. പക്ഷേ ഈ 2 പേരും സേഫാണ് ഗൈസ്. ഇനി ഗിസേലിൻ്റെയും ആര്യൻ്റെയും കേസ് എടുത്തു കഴിഞ്ഞാൽ 2 പേരുടെയും വോട്ടിംഗ് നിലയിൽ ഒരു 5 to 10% ഡിഫറൻസ് ഉണ്ട്. എന്നാലും 2 പേരും നല്ല ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. സോ ഗൈസ്, ആരൊക്കെയാണ് റെഡ് സോണിലെന്ന് നോക്കിയാലോ? സോ റെഡ് സോണിലുള്ളവർ രഞ്ജിത്ത്, നെവിൻ, ശൈത്യ ആൻഡ് ശാരിക. സോ ഈ 4 പേരും അത്യാവശ്യം നല്ല രീതിയിൽ ഡേഞ്ചറിലാണ്. ലാലേട്ടൻ വന്ന് ഇവരെ 4 പേരെയും പറഞ്ഞു വിടും എന്നുള്ള കാര്യത്തിനകത്ത് ഡൗട്ടാണ്. സോ ഈ 4 പേരിൽ എനിക്ക് തോന്നുന്നു നെവിൻ മാത്രമാണ് കുറച്ചെങ്കിലും ഗെയിം കളിക്കുന്നത്. ബാക്കി രഞ്ജിത്തിന്റെ കേസ് എടുക്കുവാണെങ്കിൽ ഒട്ടും ആക്റ്റീവ് അല്ല, ഇൻവോൾവ് അല്ല, ഒരു ഗെയിമിലും പാർട്ടിസിപ്പേറ്റ് ചെയ്താണ്ട് കണ്ടിട്ടില്ല. പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാണെങ്കിൽ തന്നെ ആ ഗെയിം സ്പിരിറ്റോട് കൂടെ ഒന്നും ചെയ്യുന്നില്ല, കുറച്ച് മാറിയിരിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇവരെ നമ്മൾ 4 പേരെയും കൂടെ 2 പിന്നെയും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 പേരിൽ ഈ 2 പേർക്കാണ് ചാൻസ്. ആ 2 പേര് ആരൊക്കെയാണെന്നറിയോ? ആരൊക്കെയാ? രഞ്ജിത്തും ശാരിക ഗേവി. അതെന്തുകൊണ്ടാണ് ഇവർ 2 പേരും? കാരണം ബാക്കിയുള്ളവർക്ക് ഇവരെക്കാട്ടി മേ ബി വോട്ടിംഗ് കുറവായിരിക്കും. പക്ഷേ ബിഗ് ബോസിൽ ബാക്കിയുള്ള 2 പേരും അത്യാവശ്യം കോൺട്രിബ്യൂഷൻ ഇവരെക്കാട്ടി കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവർ അത്യാവശ്യം ഫെയിമിലാണ് വന്നേക്കുന്നത്. ഇപ്പൊ പറഞ്ഞ പോലെ ആര്യനെയാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഗിസേലാണെങ്കിലും ഗിസേലിനെക്കാട്ടിലും ഫെയിം ഉള്ള 2 പേരാണ് ഈ പറയുന്ന പോലെ രഞ്ജിത്താണെങ്കിലും ശാരികയാണെങ്കിലും. പക്ഷെ ഇവർക്ക് വോട്ടിങ്ങിൽ അത്രയും കുറവ് പോകണമെന്നുള്ളത് ഇവരുടെ ഗെയിമിങ് അത്ര പോരാഞ്ഞിട്ടാണ്. മേ ബി ഇവർക്ക് നല്ലൊരു കോൺട്രിബ്യൂഷൻ നടത്താൻ പറ്റുന്നില്ലെന്ന് ബിഗ് ബോസ് അനലൈസ് ചെയ്തിട്ടും കൂടിയായിരിക്കും. സോ ഇവർ 2 പേരിൽ ഒരാളായിരിക്കാം, മേ ബി ഇവർ 2 പേരും ആയിരിക്കാം ഈ ആഴ്ച എവിക്ഷനിൽ പോകുന്നത്. സോ ഗൈസ്, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു. ബൈ.